ഈ വരുന്ന 22-ാം തീയതി അമ്മയുടെ പൊതുയോഗത്തിൽ നടക്കുന്ന യോഗത്തിൽ ചില പൊട്ടിത്തെറികൾ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് റിബലുകൾ എന്ന് വിളിക്കപ്പെടുന്ന ചിലരിൽ നിന്നായിരിക്കും അങ്ങനെ ഉണ്ടാവുക. അതാകട്ടെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമുള്ള കാര്യങ്ങളാണ്. വലിയ കള്ളന്മാർ അകത്തു നിൽക്കുകയും ചെറിയ കള്ളന്മാർ പുറത്തു പോവുകയും ചെയ്യുന്ന സംഭവത്തിൽ രോഷാകുലരാണ് ഈ റിബൽസ്. അത് മാത്രമല്ല, പുതിയ പ്രസിഡന്റും വേണം. ആരായിരിക്കും പുതിയ പ്രസിഡന്റ് സ്ഥാനത്ത് വരിക? ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യുന്നത്. ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും ചിലതൊക്കെ കൊട്ടിഘോഷിക്കും നമ്മൾ. എന്നാൽ ഇവിടെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ഉണ്ടായിരുന്നു. അത് ആർക്കും ഇവിടെ അറിയില്ല. ഒരു വലിയ എന്ത് കമ്മിറ്റി, ഇവിടെ കുറേ കമ്മിറ്റി വന്നിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ ആ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ശേഖരിച്ച റിപ്പോർട്ടുകൾ, ആ റിപ്പോർട്ടുകൾ മൊത്തം ബോംബായിരുന്നു. ആലോചിക്കണം. ആ ബോംബ്, വലിയ ബോംബ്, ചെറിയ ബോംബ്, ആറ്റം ബോംബ്, ന്യൂട്രോൺ ബോംബ് ഒക്കെ പറഞ്ഞ പോലെ അങ്ങനെ വിവിധ തരത്തിലുള്ള ബോംബുകളായിരുന്നു. നമ്മളൊക്കെ വിചാരിച്ചെന്താ, ഇതിലത്തെ വലിയ നക്ഷത്രങ്ങൾ, താരനക്ഷത്രങ്ങളെല്ലാം ഇപ്പോൾ പരസ്യമായി രംഗത്ത് വരും. അവർക്ക് ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിക്കും. ജനം കല്ലെറിയും. പോക്സോ കേസിൽ അവരുൾപ്പെടുത്തി അറസ്റ്റ് ചെയ്ത് ജയിലിടും. ഇതൊക്കെയാണ് വിചാരിച്ചത്, ചർച്ച ചെയ്തത്. തോറ്റുപോയില്ലേ? എന്നാൽ പുറത്തുള്ള സംസാരം എന്താണ്? ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയിലെ പേരുകൾ ഞാൻ പറയുന്നില്ല. അവർ രോഷത്തോടെ, വേദനയോടെ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് ആ റിപ്പോർട്ട് വായിക്കാം, രണ്ടാമതൊന്നും വായിക്കാൻ പറ്റില്ല. നമ്മളൊക്കെ ആരാധിക്കുന്ന ഗോപുരങ്ങൾ തകർന്നു വീഴുന്നത്, അല്ലെങ്കിൽ നമുക്കൊക്കെ തകർക്കാൻ തോന്നുന്ന നിമിഷങ്ങളാണ്. ഇത്രയും ഗതികെട്ട റിപ്പോർട്ട് ഞങ്ങൾക്ക് എഴുതേണ്ടി വന്നല്ലോ എന്ന് വിലപിക്കുന്നവരുണ്ടെന്ന് ആലോചിക്കണം. അവരുടെ വിലാപത്തിൻ്റെ രണനങ്ങളെ ഏറ്റുപിടിച്ച ചിലരാണ് 22-ാം തീയതിയിലത്തെ അമ്മയുടെ യോഗത്തിനെത്തുക. ചില്ലറ കാര്യമാണോ? നമ്മളൊക്കെ ദിവസവും ചർച്ച ചെയ്തു വരികയാണ്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി വിട്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കി, അന്വേഷണ കമ്മീഷൻ ഉണ്ടാക്കി, വലിയ അതിന് കോടികൾ ചെലവഴിച്ചു. ആ റിപ്പോർട്ട് എല്ലാം നമുക്ക് വേണ്ടപ്പെട്ടവരാണ് എന്ന് വന്നപ്പോൾ അത് പൂഴ്ത്തിവെക്കുക. അതിക്കാര്യത്തിൽ മാത്രമല്ല, പല കാര്യങ്ങളിലും അങ്ങനെയാണെന്നാൽ എന്ത് പൂഴ്ത്തിവെപ്പ് ഉണ്ടായിരിക്കുന്നത്. അതിൽ തന്നെ മുമ്പൊക്കെ ചില യൂട്യൂബ് ചാനലുകൾ പേര് പറഞ്ഞും, ചില നടന്മാരുടെ പേര് പറഞ്ഞും കൊണ്ട് അവരെ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. വളരെ പുച്ഛത്തോടെയാണ് നമ്മൾ അത്തരം വാദഗതികൾ നോക്കി കണ്ടത്. എന്ന് ഞങ്ങളും വെറുതെ ഇരുന്നില്ല, അതിന് പുറകെ പോയി. ഈ പുറകെ പോയപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞ കാര്യങ്ങൾ മ്ലേച്ഛം എന്ന് നമുക്ക് പറയാം. മ്ലേച്ഛം മാത്രമല്ല, ഇത്രയും വലിയ ദുഷ്ടന്മാരാണോ ഇവർ? ഈ ദുഷ്ടന്മാരെയാണോ നമ്മൾ ആരാധിക്കുന്നത്? ഈ ദുഷ്ടന്മാരുടെ സിനിമകളാണോ കണ്ട് കൈയടിച്ച് അവരെ ഖജനാവിലേക്ക് കോടികൾ ഉണ്ടാക്കി കൊടുക്കുന്നത്? എന്നിട്ടും ഇവരൊക്കെ രാജാക്കന്മാരായി വിലസുകയാണ്. ഔദ്യോഗിക സ്ഥാനങ്ങൾ ഇവരുണ്ട്. ഭരണ നേതൃത്വം വരെ കൊണ്ടു നടക്കുന്നു. നമ്മുടെ മുന്നിൽ പച്ചച്ച ചിരിയുമായി വരുന്ന ഇവരുടെ തനി സ്വരൂപം മനസ്സിലാക്കിയവർക്ക് ഇവരെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയും? ഇതൊക്കെയാണ് ചർച്ച ചെയ്യാൻ പോകുന്നതാണ് കേട്ടിരിക്കുന്നത്. അത് അറിഞ്ഞവർക്കേ അറിയുകയുള്ളൂ. ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ് ഈ ചില സൂചനകൾ കൂടി പറയാൻ പോകുന്നത്. ഒരാളുടെയും പേര് ഞാൻ പറയില്ല. എന്നാൽ ഈ പേരുകാരെ എനിക്കറിയാം. ഇതിൽ ഉൾപ്പെട്ട ആൾക്കാരെ കുറിച്ച് നമുക്ക് ഏകദേശം അറിവുണ്ട്. പക്ഷെ നമ്മുടെ മുന്നിൽ വ്യക്തമായ തെളിവുകൾ നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ തുറന്ന് പറയാത്തത്.
പക്ഷേ ഈ റിബൽസ് എന്ന് പറയുന്ന അമ്മയുടെ ആൾക്കാരുടെ കയ്യിൽ അവർക്ക് എന്തൊക്കെയോ അവരുടെ തെളിവുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. ഞാനിത് മനസ്സിലാക്കാൻ കാരണം ഞാനിതുമായി ബന്ധപ്പെട്ട ചിലരൊക്കെ വെറുതെ വിളിച്ച് ചോദിച്ചു, അമ്മയ്ക്കൊരു മത്സരം വരാൻ പോവല്ലേ, അമ്മയ്ക്കൊരു പുതിയ പ്രസിഡന്റിനെ വേണ്ടേ? അപ്പോൾ ഒരാൾ ചോദിച്ചെങ്ങനെയാണ്, എന്തിനാണത് ഈ കമ്മിറ്റി പിരിച്ചുവിട്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരുന്ന സിദ്ദിഖ് എന്തിനാണ് രാജിവെച്ചതെന്ന് മനസ്സിലാവുന്നില്ല. ഇടവേള ബാബു കേസിൽ കുടുങ്ങി, നമ്മുടെ മുകേഷ് കുടുങ്ങി, ഇങ്ങനെ കുറേ പേര് കുടുങ്ങി. പക്ഷെ അത് തെറ്റാണ്, ഒരു സംശയവുമില്ല. അതിൻ്റെ പേരിൽ രാജിവെച്ചതും ചിലരൊക്കെ അറസ്റ്റ് ചെയ്തതും ശരിയാണ്. എന്നിട്ടും അറസ്റ്റിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്ന ഗുണം ചിലർക്കുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മുകേഷ് അറസ്റ്റൊന്നും ചെയ്തില്ലല്ലോ. പക്ഷെ നമ്മൾ പിന്നീട് വീണ്ടും വീണ്ടും ഓരോ വാദികൾ തുറന്നു നോക്കിയപ്പോൾ ഇവരെക്കാൾ ഭീകരന്മാരാണ് മറ്റു പലരും. അവരുടെ പേര് പറയുന്നില്ല, അവർ ചെയ്ത കുറ്റം എന്താണ് പരസ്യപ്പെടുത്തുന്നില്ല. പക്ഷെ അതെല്ലാം ഈ രേഖകളിലുണ്ട്. എന്താ രേഖകളിൽ? സത്യം പറഞ്ഞാൽ പോക്സോ കേസിൽ ഉൾപ്പെടുത്തി അറസ്റ്റ് ചെയ്ത് ജയിലടയ്ക്കേണ്ട പല നടന്മാരും ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. ആരൊക്കെയാണെന്ന് ഊഹിച്ചാൽ നിങ്ങൾക്കും അറിയാം. യൗവനം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയാണ് അവർ പോക്സോ, അത് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ ഉപയോഗപ്പെടുത്തിയെന്നാണ് പറയുന്നത്. യൗവനം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മളൊക്കെ പറയാറില്ലേ, ഈർക്കിലിയിൽ തുണി ചുറ്റിയാണ്ടാവുന്ന സംഭവം എന്ന പോലെ തന്നെയാണ്. ഇവർ ബന്ധപ്പെട്ടവരുടെ ആ കുട്ടികളുടെ രൂപവുമെല്ലാം സങ്കല്പിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു കത്തിയെടുത്ത് കുത്തിക്കൊല്ലാൻ തോന്നുന്നില്ലേ? ഇതൊക്കെയാണ് പലരും മനസ്സിലാക്കിയിട്ടുള്ളത്. രേഖ പുറത്തു വന്നിട്ടില്ലോ, പുറത്ത് വിട്ടിട്ടില്ലോ, പിന്നെ എങ്ങനെ ഇവരെ അറിഞ്ഞു എന്നുള്ളതാണത്. ഏത് രേഖകളും നിങ്ങൾ എത്ര രഹസ്യമാക്കി വെച്ചാലും അതൊക്കെ ചോർന്ന് പോകും. ചോർന്ന് പോകാനുള്ള അവസരം കൊടുക്കും. അല്ലെങ്കിൽ ആത്മാഭിമാനമുള്ളവർ ചോർത്തി കൊടുക്കും. ആത്മാഭിമാനം ഉള്ളവരെന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിൽ ഈ 3 മാന്യ മഹതികൾ മാത്രമേ ഉള്ളൂ. അവർ സ്ത്രീകൾക്ക് വേണ്ടിയാണ്, സ്ത്രീകളുടെ മോചനത്തിന് വേണ്ടിയാണ് അതെല്ലാം ഉണ്ടാക്കിയത്. ഈ കേസ് അന്വേഷിക്കാൻ പിന്നെ ഒരു അന്വേഷണ കമ്മീഷനെ ഒരു പോലീസ് ഓഫീസർ വെച്ചു. അവസാനം ചിലരൊക്കെ തുറന്നു പറഞ്ഞു. ചിലരൊക്കെ പറഞ്ഞെന്താ, അത് വേണ്ട എന്ന് പറഞ്ഞു. പല തട്ടുകളായി സ്ത്രീകൾ പല തട്ടുകളായി തിരിഞ്ഞു. ഈ തട്ടുകളായി തിരിഞ്ഞപ്പോൾ ആരുടെ ഭാഗത്ത്, നീതി ന്യായവും എവിടെ? ഇത്തരം കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞു. നിങ്ങൾക്ക് എത്ര വർഷം കഴിഞ്ഞാലും ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നശിപ്പിച്ചില്ലെങ്കിൽ, അത് പരിശോധിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ, ഞാൻ ഈ പറയുന്ന ആളുകൾ അതിലുണ്ടായിരിക്കും. പേരുകൾ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. കാരണം ഞങ്ങളുടെ കയ്യിൽ ഈ ഫയലില്ല, ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് പറയാത്തത്. പക്ഷേ കേട്ടത് സത്യമാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ദയനീയമാണ്. അവിടെയാണ് ഒരു സുഹൃത്ത് പറഞ്ഞത്, ഇവരൊക്കെ ഇങ്ങനെ പുറത്ത് വിലസി നടക്കുമ്പോൾ സിദ്ദിഖിനെ പോലുള്ളവരെന്തിന് രാജിവെച്ചു? അവരാരും പോക്സോ കേസിലല്ല അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടവർ പുറത്ത് കൊണ്ട് വലിയവരായിട്ട് വിലസുന്നുണ്ട്. ഇനി ഏതെങ്കിലും വീറും വാശിയും ബെറ്റുമൊക്കെ വയ്ക്കുകയാണെങ്കിൽ അറിയാതെ ചില പേരുകളെല്ലാം പറഞ്ഞു പോകും. പക്ഷേ അങ്ങനെ പേര് പറയുമ്പോഴും നിൻ്റെ കയ്യിൽ തെളിവുണ്ടോ എന്ന് എന്നോട് ചോദിച്ചാൽ എൻ്റെ കയ്യിൽ തെളിവില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം ഒന്നല്ല, 22-ാം തീയതി എന്തൊക്കെ നടക്കുമെന്നുള്ളതാണത്. എന്തൊക്കെ നടന്നാലും നടന്നില്ലെങ്കിലും അമ്മയ്ക്കൊരു പുതിയ പ്രസിഡന്റ് വേണം. രാജിവെച്ച ചില ഒഴിവുകളുണ്ട്. അപ്പം എന്ത് ചെയ്യണം? മൊത്തമായിട്ടൊരു പുതിയൊരു കമ്മിറ്റി എടുക്കേണ്ടി വരും. ഈ കമ്മിറ്റിയിൽ ചിലരുടെ ഭാഗത്തുനിന്ന് സുരേഷ് ഗോപിയുടെ പേര് വരുന്നുണ്ട്. വേറെ ബഹുഭൂരിപക്ഷം പേരും പറയുന്നത് ഇതിന് സർവ്വതായോഗ്യൻ മോഹൻലാൽ തന്നെയാണ്. എല്ലാ വിഭാഗക്കാരെയും കൂട്ടി ഇണക്കി കൊണ്ടുപോകാൻ മോഹൻലാലിനെ കഴിയൂ. അതുകൊണ്ട് മോഹൻലാൽ തന്നെ അമ്മയുടെ പ്രസിഡന്റ് ആവണം.
എന്നൊക്കെ പറയുമ്പോഴും മറ്റൊന്ന് മഞ്ജു വാര്യർ ഇതിൻ്റെ ഒരു കീ പോസ്റ്റിൽ വരാൻ സാധ്യതയുണ്ട് എന്നും പറയുന്നു. എന്തു വന്നാലും ശരി, ഏത് സംഘടനയായാലും ശരി, ആ സംഘടന നയിക്കാൻ യോഗ്യരായ ഒരു പറ്റം ആൾക്കാർ വേണം. ഒരു സംഘടനയും തല്ലി പിരിയാതിരിക്കട്ടെ. ഒരു വാക്ക് കൂടിയുണ്ട്. ഇടയ്ക്ക് ഒരാൾ ചോദിച്ചു പോയി, നിങ്ങളെന്താ ഈ നടന്മാടി മാത്രമേ പറയുന്നുള്ളൂ, നടിമാരെക്കുറിച്ച് എന്താ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയിൽ പറയാത്തത് എന്നുള്ളത്. നടിമാരെക്കുറിച്ചും ഹേമ കമ്മിറ്റിയിൽ പറയുന്നുണ്ട്. അവരും നല്ല പിള്ള ചമഞ്ഞ് നടക്കുന്നു. വിസർജന വസ്തു വലുതായാലും ചെറുതായാലും അതിൻ്റെ വില ഞാൻ പറയണോ?